ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര സർക്കാരിന് തടസ്സമില്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി കെ മുരളീധരൻ. PM ശ്രീ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണമെന്ന് കെ രാജൻ MLA. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ UDF LDF കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. ഗുരുവായൂർ ക്ഷേത്ര നഗര വികസനം. ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കെട്ടിടം നിർമ്മിച്ച് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്ഥിരം ജീവനക്കാരെ നിയമിച്ചില്ല. വാർത്തകൾ വിശദമായി. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നതിൽ കേന്ദ്രത്തിന് തടസ്സമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരും പിന്മാറാൻ തയ്യാറാണെന്നും എന്നാൽ കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് പിന്മാറാൻ കഴിയില്ലെന്നാണെന്നും ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് വിഷയത്തിൽ പ്രത്യേക സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക തർക്കത്തിന്റെ പേരിൽ എയിംസ് നഷ്ടപ്പെടാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ദേവസ്വം നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയമം രാഷ്ട്രപതി ഒപ്പിട്ട് അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ അവകാശങ്ങൾ ഗുരുവായൂർ ബാധകമല്ലെന്ന് തീരുമാനിച്ചത്. അതിനെതിരെ കഴിഞ്ഞ സർക്കാർ അപ്പീലിന് പോയി. തങ്ങളെടുത്ത തീരുമാനം അപ്പീലിനു വേണ്ടി പണം കളയേണ്ടെന്നാണ്. ശബരിമല നെയ്യ് വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറിയുടെ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും ഉണ്ടെന്നും അക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ഇങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിയൊരു നിയമമായതുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അംഗീകാരം വാങ്ങിയിട്ട് വേണ്ടേ പ്രസിദ്ധീകരിക്കാൻ. അപ്പോൾ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന് ഒരു പ്രവർത്തിക്കാൻ തടസ്സമില്ല. മറ്റ് ദേവസ്വം ബോർഡുകളൊന്നും രാഷ്ട്രപതിയുടെ ഒപ്പ് വാങ്ങി ഉണ്ടാക്കിയ നിയമമല്ല. അത് സംസ്ഥാന സർക്കാർ അന്ന് നേരിട്ട് നടപ്പാക്കിയതാണ്. അതിൽ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കോട്ടെ. ഞങ്ങൾ ആ ബോർഡിൻ്റെ കാലാവധി കഴിയുന്നവരെ അതിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ശബരിമലയിലെ നെയ്യിൻ്റെ കാര്യത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് ഇന്ന് ദേവസ്വം സെക്രട്ടറി രാജമാണിക്ക് എനിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ ഞെട്ടിക്കുന്ന പല സത്യങ്ങളുമുണ്ട്. നെയ്യ് ഗുണനിലവാരം കുറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ അഡൾട്രേഷൻ നടത്തിയെന്ന് വരെ ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചത്, ഇത് വിജിലൻസിന് വിടാൻ തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചു. കാരണം വിജിലൻസ് അഴിമതിയാണല്ലോ. ഇത് അഴിമതി മാത്രമല്ല, അഡൾട്രേഷൻ നടന്നാൽ അത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. നാളെ രമേശ് ചെന്നിത്തലയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള കത്ത് കൈമാറും. PM ശ്രീ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണമെന്ന് കെ രാജൻ MLA. ജീവനക്കാരെ പിരിച്ചുവിട്ട് ഡിജിറ്റൽ റീസർവേ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും അദ്ദേഹം തൃശൂരിൽ ആവശ്യപ്പെട്ടു. അബ്ദുൾ വഹാബ് MP കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടിയിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയാൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ലഭിക്കില്ലെന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിന് പദ്ധതി ഇനത്തിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണെന്നും കെ രാജൻ ചൂണ്ടിക്കാട്ടി. PM ശ്രീ സത്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് UDF ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം?
PMC പദ്ധതി നടപ്പിലാക്കണം എന്ന് ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇത് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഏതോ ഒരു സമ്മർദ്ദത്തിന് കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വിധേയമായിട്ടുള്ളത് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് കാണിക്കുന്ന അപകടകരമായിട്ടുള്ള വിധേയത്വത്തിന്റെ തെളിവാണ്. കേരളത്തിൽ PM3 നടപ്പാക്കാൻ ആരാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയണം. PM3 വിഷയത്തിൽ UDF സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് തെളിഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് PM3 പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ സമരവുമായി LDF രംഗത്തിറങ്ങുമെന്നും K. രാജൻ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിനാകെ മാതൃകയായ പദ്ധതിയാണ് ഡിജിറ്റൽ റീസർവേ. ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കം ഭൂമാഫിയകൾക്കാണ് ഗുണം ചെയ്യുക. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പും നടത്താനാവാത്ത സാഹചര്യമാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായാൽ ഉണ്ടാവുകയെന്നും K. രാജൻ പറഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ വന്ന ഈ കരാർ തൊഴിലാളികളായിട്ടുള്ള 4000-ഓളം വരുന്ന ഡിജിറ്റൽ റീസർവേയുടെ താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചുവിട്ട് ഡിജിറ്റൽ റീസർവേ അവസാനിപ്പിക്കാനുള്ള ശ്രമം അത്യന്തം സംശയാസ്പദമാണ്. TCV തൃശൂർ. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് വിഷയത്തിൽ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാലോ തനിക്കെതിരെ കേസ് വന്നാലോ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. നഗരസഭ കൌൺസിൽ യോഗത്തിൽ പ്ലക്കാർഡുകളുമായാണ് LDF രംഗത്തെത്തിയത്. നിക്ഷേപകർക്ക് പണം നൽകാൻ നടപടി സ്വീകരിക്കുക, ബാങ്ക് വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ഭരണപക്ഷമായ UDF അംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായി. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തിയെങ്കിലും മുതിർന്ന കൌൺസിലർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കി. എന്നാൽ പിന്നീട് സംസാരിച്ച BJP കൌൺസിലർ TK ഷാജുവുമായും LDF കൌൺസിലർമാർ കൊമ്പുകോർത്തു. കരുവന്നൂർ ബാങ്ക് വിഷയമാണ് വാക്പോരിലേക്ക് നയിച്ചത്. മറുപടി പറഞ്ഞ ചെയർമാൻ MP ജാക്സൺ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടില്ലെന്ന് അറിയിച്ചു. RBI നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭരണസമിതി തിരിച്ചെത്തിയാൽ സമയബന്ധിതമായി നിക്ഷേപകർക്ക് പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യമായി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MP ജാക്സൺ വ്യക്തമാക്കി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ MP ജാക്സണും കൂട്ടുനിന്ന കൌൺസിലർമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ഓഫീസിനു മുൻപിൽ ഇരിങ്ങാലക്കുട പോലീസ് മാർച്ച് തടഞ്ഞു. BJP സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷയായിരുന്നു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് PS സുധീഷ്, ഇരിങ്ങാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി, തൃശൂർ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ആളൂർ മണ്ഡലം പ്രഭാരി ലോചനൻ അമ്പാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VC രമേശ്, ജിതേഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 108 വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണ് ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്ക്. 1918 ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover Lavraiko there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. തെരുവുനായകളെ ദയാവധം നടത്തുന്നതിന് പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. നായ്ക്കളെ കൊല്ലുന്നത് ഈ സമിതിക്ക് തീരുമാനിക്കാം. അതുപോലെ ഷെൽട്ടറുകൾക്ക് സ്ഥലം കണ്ടെത്താൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. 2-ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായി പരിഗണിക്കും. ഇവയ്ക്ക് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നൽകും. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനും പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനാണ് തീരുമാനം. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാൻ അനുമതി നൽകുകയും ചെയ്തു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതീവ ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 15,02,737 പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. ഈ കാലയളവിൽ 122 പേർക്ക് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായി. ഓരോ വർഷവും കടിയേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. നേരത്തെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. ആരെയും വിഷമിപ്പിക്കാതെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചു മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും വ്യാപാരികളുടെയും ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാനായി വിപുലമായ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. ആരുടെയും കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം, MLA-മാരായ NK അക്ബർ, ഗീതാ ഗോപി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, GK പ്രകാശൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൌസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമനം നടത്താനുള്ള അധികാരം ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇക്കാര്യത്തിൽ ഇനി സുപ്രീംകോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. നിലവിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായാണ് ചില അഭിപ്രായ വ്യത്യാസമുള്ളത്. ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ ഭക്തരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം. സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ നിയമിക്കും. ദേവന്റെ സ്വത്ത് കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ നിയമിക്കൂ. ഇക്കാര്യത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിനായി 13.5 കോടി രൂപ ചെലവിലാണ് കൌസ്തുഭം നവീകരിച്ചത്. TCV ഗുരുവായൂർ. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെള്ളറക്കാട് ദുബായ് റോഡ് അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം. കുടുംബസുഹൃത്തായിരുന്ന ഇബ്രാഹിം അതിജീവിതയ്ക്കും വീട്ടിലെ മറ്റു കുട്ടികൾക്കും മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചുകൊടുത്ത് കുട്ടികളുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. പ്രതി അതിജീവിതയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സ്പെഷ്യൽ കോടതി ജഡ്ജി S. സുധീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് കോടതിയിൽ ഹാജരായി. യുവതിയോട് അപമര്യാദയായി പെരുമാറിയ പൂജാരിക്ക് 4 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കർണാടക സ്വദേശി പ്രദീക് മെഹന്തലിനെയാണ് ചാവക്കാട് അതിവേഗ കോടതി ശിക്ഷിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന പെൺകുട്ടിയോട് പൂജാരി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ദേഹത്ത് കയറി പിടിച്ചുവെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C. നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കെട്ടിടം നിർമ്മിച്ച് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം.
2001 കടപ്പുറം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മത്സ്യഭവൻ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 1/4 നൂറ്റാണ്ടുകാലമായിട്ടും ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിയമിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കടപ്പുറം പഞ്ചായത്ത്. സ്വന്തം പഞ്ചായത്തിൽ മത്സ്യഭവൻ കെട്ടിടമുണ്ടായിട്ടും ആനുകൂല്യങ്ങൾക്കായി പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി ചാവക്കാട് നഗരസഭയിലുള്ള ഫിഷറീസ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാട് കയറിയ നിലയിലാണ്. കെട്ടിടത്തിന് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്നും മത്സ്യഭവനിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. TCV ചാവക്കാട്. വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ പൂട്ടിക്കിടന്ന വീട് കത്തിനശിച്ചു. ആച്ചാണ്ടി ഷൈജുവിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. വീടിനകത്ത് ജാതിപത്രി ഉണക്കുന്നതിനിട്ട് തീയാണ് പിന്നീട് AC-യുടെ കേബിളിൽ പടർന്ന അപകടത്തിന് വഴിവെച്ചത്. വീട് പൂർണ്ണമായും കത്തിയമർന്നു. ഷൈജുവും കുടുംബാംഗങ്ങളും സ്ഥലത്തുണ്ടായിരുന്നില്ല. തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ചാലക്കുടി, മാള എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അധ്യാപകൻ മണികണ്ഠൻ. കാഴ്ചപരിമിതിയുള്ള തന്നെ കളിയാക്കിയതുകൊണ്ടാണ് മർദ്ദിച്ചത്. ഒരിക്കലും താൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വന്നതിനെ തുടർന്നാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് ബാലാവകാശ കമ്മീഷനും പോലീസിലും പരാതി നൽകിയതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരുന്നു. വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ വകുപ്പ് സെക്രട്ടറിയോട് വിശദമായ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വീണ്ടും സജീവമാകുന്നു. പുതിയ സീസണിൽ സമൃദ്ധമായ മത്സ്യലഭ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖല. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ കടലിലേക്കിറങ്ങാൻ ഒരുങ്ങിയതോടെ വലിയ പ്രതീക്ഷയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. കടലിൽ പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ മുനയ്ക്കക്കടവിൽ പുരോഗമിക്കുകയാണ്. വലകളും മറ്റ് മത്സ്യബന്ധന സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളും ബോട്ടുകളിലേക്ക് കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മുനയ്ക്കക്കടവ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് 50ഓളം ബോട്ടുകളാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കടലിലേക്ക് തിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് തൊട്ടു മുൻപുള്ള കാലയളവിൽ കടലിൽ മത്സ്യലഭ്യത വളരെ കുറവായിരുന്നു. ഇത് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഉപജീവനത്തെ സാരമായി ബാധിച്ചിരുന്നു. തുടർന്നു വന്ന 52 ദിവസത്തെ ട്രോളിംഗ് കാലയളവ് കൂടിയായതോടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നുപോയത്. വറുതിയുടെയും കടക്കണിയുടെയും നാളുകൾക്ക് വിരാമമിട്ട് കടലമ്മ കടാക്ഷിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ പുതിയ മത്സ്യബന്ധന സീസണ് വരവേൽക്കുന്നത്. TCV ന്യൂസ് ചാവക്കാട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തയിലേക്ക്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ 4 സുപ്രധാന പദ്ധതികൾക്ക് തുടക്കം. സർവകലാശാലയുടെ ആദ്യ ഓൺ ക്യാമ്പസ് അക്കാദമിക് പരിപാടിയായ MSc മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായുള്ള യൂട്യൂബ് ചാനൽ, വിവിധ അക്കാദമിക് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മാസ്റ്റർ ക്ലാസുകൾ ഒരുക്കുന്ന ലേണിംഗ് സ്റ്റുഡിയോ എന്നിവയുടെ ഉദ്ഘാടനവും ഔഷധ സസ്യോദ്യാനത്തിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം 140 കോടി മിച്ചമെന്ന് അക്കൌണ്ട്സ് വിഭാഗത്തിന്റെ വാർഷിക ധനകാര്യ പത്രികാ റിപ്പോർട്ട്. ഖജനാവ് കാലിയെന്ന ധവളപത്രത്തിലൂടെ കൌൺസിലിനെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച ഡെപ്യൂട്ടി മേയർ മാപ്പു പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. പ്രതിപക്ഷ കൌൺസിലർമാർക്ക് ധവളപത്രം ലഭ്യമാക്കാത്തതിനെ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് രഘുനാഥ് സി മേനോൻ വിമർശിച്ചു. സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറേണ്ട അവസാന ദിവസം ധനകാര്യ പത്രിക കൌൺസിലിന്റെ അംഗീകാരത്തിനായി കൊണ്ടുവന്നതും പ്രതിപക്ഷ വിമർശനത്തിനിടയാക്കി. പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങളെ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കൌൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ പ്രതിരോധിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി കവാടം നഴ്സുമാർ ഉപരോധിച്ചു. വേതന വർധന ആവശ്യപ്പെട്ട് 137 ദിവസമായി തുടരുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നഴ്സുമാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ചത്. 100ഓളം നഴ്സുമാരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ഉപരോധ സമരം UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. നിരവധി തവണ ചർച്ചകൾ നടന്നുവെങ്കിലും സമരം ഒത്തുതീർപ്പാകാതെ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ചാഴൂർ കാഞ്ഞിരച്ചുവട് സ്വദേശി പണ്ടാത്തറ വീട്ടിൽ ഷൈബിൻ, ചെമ്മാപ്പിള്ളി കായംപള്ളി സ്വദേശി കൊരമ്പി വീട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SIമാരായ കൊച്ചുമോൻ, റിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പന്നിത്തടത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ വാഹനം മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്നും 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. ഹാൻസുമായി എത്തിയ ബൊലേറോ പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പന്നിത്തടം സെന്ററിന് സമീപമുള്ള സിംല ഗ്രൌണ്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനത്തിലുണ്ടായിരുന്നവർ ഹാൻസ് സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനവും ഹാൻസ് ചാക്കുകളും കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാഹനം കേച്ചേരി ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഓടി രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻതോതിൽ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണ് വാഹനാപകടത്തെ തുടർന്ന് പൊളിഞ്ഞത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുവരികയാണ്. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ചു മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര AUP സ്കൂൾ ജീവനക്കാരനായ എടപ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള നാരായണൻകുട്ടിയാണ് മരിച്ചത്. ചേലക്കര സെന്റ് ജോർജ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ചേലക്കരയിൽ നിന്നും തോന്നൂർക്കരയിലുള്ള സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ നായ കുറുകെ ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചുമറിഞ്ഞു. അപകടം നടന്നയുടൻ നാട്ടുകാർ നാരായണൻകുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് കുന്നംകുളം സ്വദേശിയായ പാസ്റ്റർ CL സണ്ണി. ആത്മീയ രംഗത്ത് എന്ന പോലെ കലാരംഗത്തും സവിശേഷ സാന്നിധ്യമാണ്. 50 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന സണ്ണി എന്ന ചിത്രകാരൻ. കാലം മായ്ക്കാത്ത ഒരുപാട് ചരിത്രശേഷിപ്പുകളുടെ കാവലാളായി മാറുന്നതാണ് പാസ്റ്റർ സണ്ണിയുടെ ഓരോ ചിത്രങ്ങളും. കുന്നംകുളത്തിന്റെ നഗരവീഥികളിൽ തുടങ്ങി തൃശൂർ നഗരത്തിലുൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമവീഥികളിൽ ഇദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയായി മാറുകയാണ്. മുനിസിപ്പാലിറ്റികൾക്കും ആരോഗ്യ വകുപ്പിനും വേണ്ടി നിരവധി ചിത്രങ്ങൾ വരച്ചു. തൃശൂർ കോർപ്പറേഷനു വേണ്ടിയും സ്ഥിരമായി ചിത്രങ്ങൾ വരയ്ക്കുന്നു. തൃശൂർ നഗരത്തിലെ സബ്വേകളിലെ ആകർഷകമായ ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ്. കൂടാതെ നഗരത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും പൊതുയിടങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം സണ്ണിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാണാനാകും. ചുമർ ചിത്രങ്ങൾ വഴി സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് ഈ കലാകാരൻ പറയുന്നു. ശുചിത്വത്തിൻ്റെ സന്ദേശങ്ങളും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെയുള്ള സന്ദേശങ്ങളുമാണ് ഗവൺമെൻറ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ ചിത്രങ്ങളിലൂടെയും അത് ആവിഷ്കരിക്കുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ശക്തൻ മാർക്കറ്റിൽ എല്ലാം പടങ്ങളിലൂടെയാണ് അത് ആവിഷ്കരിക്കുന്നത്. ലഹരിയുടെ ലോകത്തു നിന്നും യുവാക്കളെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരം ചിത്രരചനകൾക്ക് കഴിയുമെന്നും പാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരിയുടെ പിടിയിലമർന്ന ഒരു ഭൂതകാലം സണ്ണിക്കുമുണ്ടായിരുന്നു. പിന്നീട് ഉറ്റ സുഹൃത്തിന്റെ മരണത്തോടെയാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷ പ്രഘോഷണത്തിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞത്. കൊറോണ കാലത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ചുമരിൽ 20 അടി നീളമുള്ള ചിത്രം വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്കുള്ള പുനഃപ്രവേശം. പിന്നീട് ഇങ്ങോട്ട് വരയുടെ വർണ്ണപ്രപഞ്ചത്തിൽ സജീവമായി. TCV ന്യൂസ്, തൃശൂർ. ശ്രീനാരായണപുരം പള്ളിനടയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം.
മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക സ്കൂളിന് വടക്കുവശത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. പുലിയോട് സാമ്യമുള്ള മൃഗത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ തന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പരിസരവാസിയായ പന്തലാം കുളത്തിങ്കൽ അൻസാരി പറഞ്ഞു. അൻസാരി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അൻസാരിയുടെ വീട്ടുമുറ്റത്ത് കണ്ടത് കാലടിപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് അധികൃതർ. എന്നാൽ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഏനാമാക്കൽ റെഗുലേറ്റർ മുതൽ ചേറ്റുവ അഴിമുഖം വരെ ചണ്ടിയും കുളവാഴയും കരിവാലിയും നിറഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് വല വീശാൻ കഴിയുന്നില്ലെന്ന് പരാതി. കോൾച്ചാലുകളിലെ ചണ്ടിയും കുളവാഴയും കരുവാലിപ്പടർപ്പും യന്ത്രം ഉപയോഗിച്ച് കോരിമാറ്റുന്നതിന് പകരം കരാറുകാർ ഇവ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നാണ് പ്രധാന ആക്ഷേപം. ഇതുമൂലമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായത്. 200ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും കരുവാലിയും പുഴയുടെ അടിത്തട്ടിലും നിറഞ്ഞിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കുളവാഴയും ചണ്ടിയും കരയിൽ കയറ്റി സംസ്കരിക്കണമെന്ന വ്യവസ്ഥ കരാറുകാർ പാലിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ വീടിന് മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ നെൽപ്പണി മഹേഷിന്റെ ഭാര്യ 44 വയസ്സുള്ള ജയപ്രിയയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. സംസ്ഥാനത്ത് ശനിയാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര സർക്കാരിന് തടസ്സമില്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി കെ മുരളീധരൻ. PM ശ്രീ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണമെന്ന് കെ രാജൻ MLA. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ UDF LDF കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. ഗുരുവായൂർ ക്ഷേത്രനഗര വികസനം. ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കെട്ടിടം നിർമ്മിച്ച് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്ഥിരം ജീവനക്കാരെ നിയമിച്ചില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.